വലിച്ചു നോക്കിയാലോ? വലിക്കുമോളെ വലിക്കേ, വലിക്കു മക്കളെ വലിക്കേ, അങ്ങനെ തന്നെ. എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ യുവത്വങ്ങൾ, ഭാരതത്തിന്റെ യുവശക്തികൾ, നിങ്ങൾ തകർന്നാൽ ഈ നാട് തന്നെ തുലയും. യുവത്വമേ, ഈ നന്മയുടെ വാക്കുകളെ തള്ളിക്കളയരുത്. ഞാൻ നിങ്ങൾക്ക് തരാം ശാശ്വതമായ പരിഹാരം. ഞാൻ യുവത്വത്തിന്റെ സിരകളിൽ വീരം നിറച്ച പുകയില. എന്നെ പ്രണയിക്കുന്നവരെ, എന്നെ പിന്നാലെ വരുന്നവരെ ഞാൻ ഒരിക്കലും കൈവിടുകയില്ല. മക്കളെ അരുത്. ഹേ യുവത്വമേ, ഈ നന്മയുടെ വാക്കുകളെ തള്ളിക്കളയരുത്. നിങ്ങൾ എന്റെ പിന്നാലെ വരുവിൻ. അതൊക്കെ നിങ്ങൾ വഴിയെ മനസ്സിലാക്കിക്കൊള്ളും. ഞങ്ങളുടെ ജീവിതം നീ നിറം പകരുമെങ്കിൽ ഞങ്ങൾ നിന്റെ പിന്നാലെ വരും. ക്ഷണിക നേരത്തെ സുഖത്തിനു വേണ്ടി നിങ്ങൾ ഇതിൽ കുരുങ്ങരുത് മക്കളെ അരുത്. എന്നാൽ ഞങ്ങൾക്ക് ഇത് എവിടെ നിന്ന് ലഭിക്കും? യുവത്വമേ, നിങ്ങൾക്ക് വേണോ? അങ്ങനെയെങ്കിൽ കാശ് കൊണ്ടുവാ. കാശിനാണോ പഞ്ഞം? കൊണ്ടേ മോഷ്ടിക്ക്, പിടിച്ചു പറക്കേ, കുടുംബങ്ങളെ ഉണ്ടാക്ക്. കണ്ടോ സമൂഹമേ, നമ്മുടെ യുവത്വം പൂർണ്ണമായി പുകവലിക്കാരനുകളായിരിക്കുന്നു. ഭ്രാന്തരെ പോലെ ഇവർ കാണുന്നില്ലേ? സമൂഹത്തെ നയിക്കേണ്ട ഇവർ തന്നെ പുകവലിക്കടിമകളായി തീർന്ന് കുടുംബ പ്രശ്നങ്ങളും ശ്വാസകോശ തകരാറും മൂലം മരണത്തിന് വരെ അടിമകളായിരിക്കുന്നു. ഹേ യുവത്വമേ, ഈ നന്മയുടെ വാക്കുകളെ തള്ളിക്കളയരുത്. ഈ കൂട്ടത്തിന് മുന്നേ എന്റെ അടിമകൾ ക്ഷയവും ശ്വാസകോശാർബുദവും ബാധിച്ച് മരിക്കുന്നത് അവരറിയുന്നില്ല. നീ ആൾക്കളിക്കേണ്ട. നിന്റെ വേരുകളായിട്ടാൽ ഈ സമൂഹം നിന്റെ ആദ്യം ഇവർ തന്നെ നടത്തിക്കൊള്ളൂ. അതിന് ഇവർക്ക് ഞാൻ കഴിക്കാൻ മറ്റൊന്നുണ്ടല്ലോ. ഞാനല്ലെങ്കിൽ എന്റെ കൂട്ടുകാരൻ മദ്യം, അതുമല്ലെങ്കിൽ ഇന്നത്തെ താരങ്ങളായ കഞ്ചാവും MDMA. പിന്നെ ഇതെങ്ങനെ സാധ്യമാകാനാണ്? ഓ, ഈ പുകയിലൊരു സുഖം തീർന്നല്ലോ. അടിപൊളി നടക്കാൻ സാധിക്കുന്നില്ല. ഒരു പുകയെങ്കിലും ഇവിടെയുണ്ടോ? കണ്ടോ സമൂഹമേ, നമ്മുടെ യുവത്വം പൂർണ്ണമായി പുകവലിക്കടിമകളായിരിക്കുന്നു. ഇവരെ നമ്മൾക്ക് മോചിപ്പിക്കണ്ടേ? പറയൂ നിങ്ങൾ. അയ്യോ, എനിക്ക് പുകവലി വേണം. നിങ്ങൾക്ക് പറ്റുന്നില്ല. കണ്ടോ സമൂഹമേ, ഈ യുവത്വം പൂർണ്ണമായും എന്റെ അടിമകളായിരിക്കുന്നു. ഇവരിനി വെറും പാഴ്ജന്മങ്ങൾ. ഇനി ഇവരുടെ ജീവിതം